നമുക്ക് ചുറ്റിനുമുള്ള സാഹചര്യങ്ങൾ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുകൊണ്ടാണ് നമുക്ക് പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ട രീതിയിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമ്മളായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെക്കുക, ആ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ്, ഒരു കാര്യവും 2 തവണ മിസ്സാക്കാൻ പാടില്ല. നെവർ മിസ് ട്വൈസ്. ഒരു കാര്യവും 2 തവണ മിസ് ചെയ്യാൻ പാടില്ല. അതായത് നമ്മുടെ ഒരു ജീവിതമാണ്, ചിലപ്പോൾ നമുക്ക് തിരക്കുകൾ ഒരുപാട് വരാം, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ മാറ്റി വെക്കേണ്ടി വരും. എന്തെങ്കിലും തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോഴോ ഒക്കെ ചിലപ്പോൾ ഒരു ദിവസത്തേക്കൊക്കെ നമ്മുടെ ഒരു നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യം ഒരു ദിവസത്തേക്കൊക്കെ മാറ്റി വെച്ചു എന്നിരിക്കട്ടെ. പക്ഷേ അത് രണ്ടാമത്തെ ഒരു ദിവസം മാറ്റി വെക്കാൻ അനുവദിക്കരുത്. എന്ത് വന്നാലും നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ രണ്ടാമത്തെ ദിവസം കൃത്യമായിട്ട് ചെയ്തിരിക്കണം. ഇപ്പം ഈ നെവർ മിസ് ട്വൈസ് എന്ന ഒരു റൂള് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. കാരണം ഒരു തവണ മിസ്സാവുന്നത് ചിലപ്പോഴൊക്കെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് മിസ്സാവാം, അല്ലെങ്കിൽ നമുക്കൊരു അബദ്ധം വന്ന് നമുക്ക് മിസ്സാവാം. പക്ഷേ രണ്ടാമത്തെ ദിവസം മിസ്സാകുക എന്ന് പറയുന്നത് അത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പിന്നെ നമ്മുടെ ഒരു ശീലമായിട്ട് മാറും. ശീലം ആയി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു ദിവസം എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ പിറ്റേ ദിവസം അത് മസ്റ്റായിട്ട് അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി അത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റ് ആയി മാറും. ഈ ഒരു മടി അല്ലെങ്കിൽ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും. അത് കൊണ്ടുവരാതിരിക്കുക. അതുകൊണ്ട് ഒരു കാര്യവും രണ്ടാമത്തെ ദിവസം മിസ് ചെയ്യാതിരിക്കുക. നാളെ പുതുവർഷം വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് വലിയ വലിയ വാഗ്ദാനങ്ങളൊന്നും എടുക്കാതെ, ആർക്കും കൊടുക്കാതെ, ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് വലിയ വലിയ ഉയരങ്ങളിൽ എല്ലാവരും എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എന്താണെന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ്.